ഹായ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്നൊരു സമൂസ ഉണ്ടാക്കാൻ പോവാണ്. ഉരുളൻകിഴങ്ങ് ഇങ്ങനെ വേവിക്കാൻ വെച്ചു. പിന്നെ സവാളയും കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി, ഇത്രയും കൂടി നന്നായിട്ട് വഴട്ടുവാണേ. നന്നായിട്ട് വഴട്ടി പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ ഈ സമൂസയുടെ ഷീറ്റ് തന്നെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തിടും, പൊരിച്ചെടുത്തിട്ട് നമ്മൾ അതിനകത്ത് സമൂസയ്ക്കകത്ത് ഫില്ലിങ്ങിനകത്ത് ഇടാനുള്ളതാണ്. അപ്പോൾ ഈ ഷീറ്റിങ്ങനെ അതിനകത്തിട്ട് എടുക്കും. പിന്നെയാണ് ഓർത്തത് മൊത്തം ഒന്ന് തട്ടിയിടാമെന്ന്. ഞാൻ പിന്നെ മൊത്തം കൂടി ഇട്ടെടുത്തിട്ട് പൊരിച്ച് പോരും. കുറച്ച് സമയം എടുക്കും അതിങ്ങനെ ആയി വരാൻ. അപ്പോഴത്തേക്ക് അപ്പുറത്ത് സവാളക്കകത്ത് കുറച്ച് അതെടുക്കാൻ വിട്ടുപോയി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി അത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ തന്നെ അത്ര ഇട്ടിട്ട് നമ്മൾ ഈ വറുത്ത് വരുന്നതും കൂടി അതിനകത്ത് മിക്സ് ചെയ്യാനാണ്. ഇത് ഞാനിങ്ങനൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഇത് ഇക്ക ഉണ്ടാക്കിയത്, ഇക്കയുടെ സ്റ്റൈലിലുണ്ടാക്കും. ഞാൻ ഇങ്ങനൊന്നും ആക്കാറില്ല. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒരു ദിവസം ഇട്ട് തരാം, വീഡിയോ എടുത്ത് ഇടാം കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒരു പകുതി കൂടുതൽ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. ഉള്ളിക്കകത്ത് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് അത് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തു കുറച്ച് സമയം എടുക്കും അതിങ്ങനെ ഉടച്ചെടുത്ത് ഇതാക്കിയതിന് ശേഷം. പിന്നെ നമ്മുടെ ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് മറ്റേ വറുത്ത് പോരുവാണ്. ഇത് വറുത്ത് പോരിന് അതും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ഉടച്ചെടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഇതുണ്ടാക്കി ചായയൊക്കെ കുടിച്ചു. പിന്നെ ചിക്കനെന്ന് പറഞ്ഞാൽ നമ്മൾ കറി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു 5-6 പീസ് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഇങ്ങനെ പിച്ച് വെച്ചേക്കുവാണ്. അത് ഇതിനകത്ത് മിക്സ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞത് പിന്നെ നമ്മൾ മൈദ മാവ് അതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടി, സമൂസ ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ കലക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് മറ്റേ പൊരിച്ച് വെച്ചേക്കുന്നതും കൂടെ ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉരുളൻകിഴങ്ങ് അത്ര ഉടഞ്ഞിങ്ങനെ മിക്സായി വന്നിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചിക്കനും കൂടി നമ്മൾ അതിനകത്ത് ഇടുന്നു. അത് ഇട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് അതിന് മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റേ വറുത്ത് വെച്ചിരുന്ന സമൂസയുടെ ഷീറ്റ് ഉണ്ടല്ലോ, അതും അതിനകത്ത് നമ്മളിട്ടു. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ മിക്സ് ചെയ്ത്. പിന്നെ ആരും ഉപ്പിടാൻ മറക്കണ്ടേ, ഉപ്പിട്ടാരും ഞാൻ പറഞ്ഞില്ല, ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ തോനെയൊന്നും ഉണ്ടാക്കിയില്ല, ഒരു 10 എണ്ണം. പിന്നെ ഒരു 10 എണ്ണത്തിനുള്ളത് ആക്കി ഫില്ലിങ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഷീറ്റ് നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്ന കാറ്റ് കയറിയിട്ടേ പൊട്ടിപ്പോന്നു.
പിന്നെ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി. പിന്നെ മൊത്തം ഷീറ്റ് കിട്ടിയതുമില്ല. ഞങ്ങൾ അത്യാവശ്യത്തിന് 10 ഉണ്ടാക്കിയതേ ഉള്ളൂ. മോള് കഴിക്കുന്നതാണ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പൊരിക്കുന്ന എടുക്കാൻ വിട്ടുപോയി, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വയലുണ്ട്, ഉമ്മനെല്ലൂർ വയൽ, അവിടോട്ടൊക്കെ പോയി. അങ്ങനെ അവിടെ പോയി കുറേ വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നവിടെ വെള്ളമൊക്കെ തുറന്നിട്ട്, കനാൽ തുറന്നെന്ന് പറയും, കനാലൊക്കെ തുറന്നിട്ടപ്പോൾ വെള്ളമൊക്കെ കയറി കിടക്കുന്നു. അപ്പം മീൻ നോക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ മീൻ പിടിക്കാനുള്ള സംഭവങ്ങളൊന്നും കയ്യിൽ വലുതായിട്ട് ഇല്ലായിരുന്നു. വല ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അവിടെ. വലയൊന്നും ഞങ്ങൾ എടുത്തില്ല. പിന്നെ ചൂണ്ട ഉണ്ടായിരുന്നു, പക്ഷേ ഇടാനൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞ്